സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ വെനസ്വേലയിൽ കടന്നുകയറി വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും ബന്ദിയാക്കിയിരിക്കുകയാണ് അമേരിക്ക. മയക്കുമരുന്ന് കടത്ത്, ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് അമേരിക്കയുടെ ഈ കയ്യൂക്കുകാട്ടൽ. വെനസ്വേലയിലെ ഭരണം അട്ടിമറിക്കാൻ നിരന്തരമായി നടത്തിയ സമ്മർദ്ദതന്ത്രങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് അന്താരാഷ്ട്ര നിയമങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ സേനയുടെ നടപടി. അമേരിക്കൻ സൈന്യത്തിലെ തീവ്രവാദ വിരുദ്ധ സൈനിക വിഭാഗമായ ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിട്ടാണ് വെനസ്വേലയുടെ തലസ്ഥാനമായ കരാക്കാസിൽ നിന്നും മഡൂറോയെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മഡൂറോയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. പുതിയ ഭരണ സംവിധാനം നിലവിൽ വരും വരെ വെനസ്വേലയെ US ഭരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് സമുദ്രമേഖലയിലൂടെ മയക്കുമരുന്ന് കടത്തുന്നതെന്നാരോപിച്ച് കരീബിയൻ മേഖലയിൽ വെനസ്വേലയുടെ നിയന്ത്രണത്തിലുള്ള സ്പീഡ് ബോട്ടുകളിൽ അമേരിക്ക നിരവധി തവണ വ്യോമാക്രമണങ്ങൾ നടത്തിയത്. അപ്രതീക്ഷിതമായ അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ അന്ന് നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത്. മയക്കുമരുന്ന് ആരോപിച്ച് പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ സൈനിക വ്യൂഹമാണ് അന്ന് ട്രംപ് കരീബിയൻ സമുദ്രത്തിൽ വിന്യസിച്ചത്. ആക്രമണങ്ങൾ നടത്തി വെനസ്വേലയുടെ 2 അംഗീകൃത എണ്ണ ടാങ്കറുകൾ അമേരിക്ക പിടിച്ചെടുത്തു. മഡൂറോ ലഹരി സംഘത്തിന്റെ തലവനാണെന്നും മഡൂറോയെ പിടിക്കുന്നവർക്ക് കോടികൾ ഇനാം നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെ ഭരണം അട്ടിമറിക്കുന്നതിനായി അവിടുത്തെ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചോഡയെയും സംഘത്തെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കലാപ നീക്കങ്ങൾ അമ്പയെ പരാജയപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പിന്നീട് മരിയ കൊറീന മച്ചോഡ 2025 സമാധാന നോബേലിന് അർഹമായതല്ല വാർത്തകളിലേറെ ചർച്ചാ വിഷയമായിരുന്നു. അമേരിക്ക പഠിച്ച പണി 18 പയറ്റിയിട്ടും മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന രാജ്യത്തെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് വെനസ്വേലയ്ക്ക് മേലുള്ള അമേരിക്കയുടെ ഈ കടന്നുകയറ്റം. എന്നാൽ ഇതിനെല്ലാം അമേരിക്കയെ പ്രചോദിപ്പിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് വെനസ്വേലയിലെ അളവറ്റ എണ്ണശേഖരമാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. 30,300 കോടി ബാരലാണ് വെനസ്വേലയിലെ എണ്ണശേഖരം. വെനസ്വേലയിലെ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചതോടെ ഈ മേഖലയിലെ അമേരിക്കൻ കമ്പനികളുടെ ഇടപെടൽ പാടെ ഇല്ലാതായി. ഇത് അമേരിക്കക്കേറ്റ വലിയൊരു തിരിച്ചടിയായി മാറി. 1998 യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് വെനസ്വേലയുടെ നേതാവായ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലേറിയതോടെ വെനസ്വേലയുടെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളായി. ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ഫലപ്രദമായി വിറ്റ് വെനസ്വേല എന്ന രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിച്ചു. ഒപ്പം ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി രാജ്യത്തെ സോഷ്യലിസ്റ്റ് പാതയിൽ മുന്നോട്ട് നയിച്ച ഹ്യൂഗോ ഷാവേസിന് വലിയ ജനപിന്തുണയുണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക സാമ്രാജ്യത്വ മേധാവിത്വം നടപ്പിലാക്കുകയാണെന്ന ഹ്യൂഗോ ഷാവേസ് നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് റഷ്യയും ചൈനയും ഇറാനുമായുള്ള ബന്ധവും വെനസ്വേല വർദ്ധിപ്പിച്ചു. ഇത് ചെറുതൊന്നുമല്ല അമേരിക്ക എന്ന മുതലാളിത്ത രാജ്യത്തെ ചൊടിപ്പിച്ചത്. പിന്നീട് അമേരിക്കയുടെ പ്രധാന ആയുധമായ ഉപരോധം ഏർപ്പെടുത്തി വെനസ്വേലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി. ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി അതിനോടെല്ലാം പൊരുതി നിന്നു. പിന്നീട് 2013 ഷാവേസിന്റെ പിൻഗാമിയായി എത്തിച്ചേർന്ന മഡൂറോയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തോടും അമേരിക്ക ഇതേ മനോഭാവം വെച്ചു പുലർത്തി. 2025 തുടക്കത്തിൽ തന്നെ ട്രംപ് വെനസ്വേലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ഊർജ്ജ കമ്പനികൾക്കുള്ള ലൈസൻസുകൾ നിർത്തലാക്കി. അതിനു പുറമെ അമേരിക്കൻ ചാരസംഘടനയായ CIA വെനസ്വേലയിൽ പ്രവർത്തിക്കാൻ അമേരിക്ക അനുമതി നൽകി. അതിൻ്റെയെല്ലാം ബാക്കി പത്രമായിരുന്നു വെനസ്വേലയെ കടന്നാക്രമിച്ച് മഡൂറോയെ തട്ടിയെടുത്തത്. എന്നാൽ നിരവധിയായിട്ടുള്ള മറ്റ് ആരോപണങ്ങളും വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക ഉയർത്തുന്നുണ്ട്. മഡൂറോയുടെ നേതൃത്വത്തിലുള്ള ഭരണം രാജ്യത്തിനകത്ത് ഭക്ഷ്യക്ഷാമവും അരക്ഷിതാവസ്ഥയും ഇതിനോടനുബന്ധിച്ചുള്ള ആഭ്യന്തര കലഹങ്ങളും ഉടലെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം 2018 നടന്ന വെനസ്വേലയിലെ തെരഞ്ഞെടുപ്പിൽ മഡൂറോയെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വെറും 46% മാത്രം പോളിംഗ് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപണങ്ങളുണ്ടായി. മഡൂറോയുടെ പുനർതെരഞ്ഞെടുപ്പ് നിയമപരമല്ലെന്ന് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിച്ചു. മഡൂറോയുടെ ഭരണത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക ഉപരോധം കൂടുതൽ കടുപ്പിച്ചു. വെനസ്വേലയിലെ ഭക്ഷ്യക്ഷാമവും മരുന്നുകളുടെ ലഭ്യത കുറവ്, ആഭ്യന്തര കലഹം ഇതെല്ലാം സൃഷ്ടിച്ചത് അഭയാർത്ഥികളെയാണെന്ന് അമേരിക്കയുടെ വാദം. 1999 ശേഷം 20 ലക്ഷത്തിലേറെ പേരാണ് പലായനം ചെയ്തത്. എല്ലാവരും എത്തിച്ചേർന്നത് അമേരിക്കൻ മണ്ണിലാണെന്നും പോയ വർഷത്തെ കണക്കനുസരിച്ച് ഏറ്റവും അധികം അഭയാർത്ഥികൾ അമേരിക്കയിലെത്തിയത് വെനസ്വേലയിൽ നിന്നുമാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു. അഭയാർത്ഥി വിരോധികളായ ട്രംപ് ഭരണകൂടത്തെ വെനസ്വേലയ്ക്കെതിരെ തിരിക്കുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണെന്നുള്ള വാദവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അമേരിക്കയുമായി സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ചുമത്തുക,
അതിലും കീഴ്പ്പെടാത്തവരെ കടന്നാക്രമിക്കുക എന്ന അമേരിക്കയുടെ ഈ മനോഭാവത്തിനെതിരെ വെനസ്വേലയെ പിന്തുണച്ചുകൊണ്ട് ചൈനയും റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നു. ക്യൂബ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അമേരിക്കയുടെ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഈ അക്രമമൊക്കെ അഴിച്ചുവിട്ടിട്ടും താൻ സമാധാനത്തിനായി നിലകൊള്ളുന്ന വ്യക്തിയാണെന്ന് സ്വയമേ പ്രഖ്യാപിക്കുന്ന ട്രംപിന്റെ അടുത്ത ചുവടുവെപ്പ് എന്തെന്ന് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ലോകത്തിന്റെ കണ്ണുകൾ ഇനി ഉറ്റുനോക്കുന്നത് വെനസ്വേലയിലേക്കായിരിക്കും.